നമസ്കാരം. ഇ.കെ. നായനാർ മന്ത്രിസഭയിലെ വൈദ്യുതി മന്ത്രിയായിരുന്ന പിണറായി വിജയൻ CPIM എന്ന രാഷ്ട്രീയ പാർട്ടിയുടെ സെക്രട്ടറിയായി മാറുന്നത് അന്നത്തെ സെക്രട്ടറി ചടയൻ ഗോവിന്ദൻ അന്തരിച്ചപ്പോഴാണ്. ചടയൻ ഗോവിന്ദന് പകരം പിണറായി വിജയനെ പാർട്ടി സെക്രട്ടറിയായി നിയോഗിച്ചത് അന്ന് പാർട്ടിയിലെ മുടിചൂടാമന്നനായിരുന്ന VS അച്യുതാനന്ദനായിരുന്നു. VS അച്യുതാനന്ദൻ്റെ വിശ്വസ്തനായി അച്യുതാനന്ദൻ്റെ പ്രതിനിധിയായി പാർട്ടി സെക്രട്ടറി സ്ഥാനത്തേക്ക് എത്തിയ പിണറായി വിജയൻ ആ കസേരയിൽ കയറിയിരുന്ന അന്ന് തന്നെ അച്യുതാനന്ദനെ ശത്രുപക്ഷത്തേക്ക് നീക്കിവെച്ചു. പിന്നെ പാർട്ടി സെക്രട്ടറി ആയിരുന്ന 3 ടേം പാർട്ടിയെ തൻ്റെ വരുതിയിലാക്കാൻ അച്യുതാനന്ദനെയും അച്യുതാനന്ദനെ പിന്തുണയ്ക്കുന്നവരെയും വെട്ടി ഒതുക്കി. CPMൻ്റെ ഭാവി ചരിത്രം എഴുതുമ്പോൾ ആദർശവും അധികാരവും തമ്മിലുള്ള ഏറ്റുമുട്ടലിൻ്റെ ദശകമായി അത് രേഖപ്പെടുത്തപ്പെടും. ആ യുദ്ധത്തിൽ അധികാരവും പണവുമാണ് വിജയിച്ചത്. ആദർശം പേര് നടന്ന VS അച്യുതാനന്ദൻ പരാജയപ്പെട്ടു. സത്യവും ധർമ്മവും കൂടെ ഉണ്ടായിരുന്നത് കൊണ്ട് അദ്ദേഹത്തിന് മുഖ്യമന്ത്രി കസേരയിൽ ഒരിക്കൽ ഇരിക്കാൻ കഴിഞ്ഞെങ്കിലും ഒരാൾക്ക് മുഖ്യമന്ത്രി ആവണമെങ്കിൽ ഏറ്റവും അത്യാവശ്യം വേണ്ട ആഭ്യന്തരം നഷ്ടപ്പെട്ടു പോയി. മാത്രമല്ല, പിണറായി തൻ്റെ വിശ്വസ്തരെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ കൊണ്ടിരുത്തി. VS അച്യുതാനന്ദൻ ആഗ്രഹിച്ചതുപോലെ ഭരിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. പാർട്ടിയെ കൈപ്പടിയിൽ ഒതുക്കി സർവാധികാരവും പിടിച്ചെടുത്ത് 2016 പിണറായി വിജയൻ മുഖ്യമന്ത്രി കസേരയിലേക്ക് അവരോധിതനാകാൻ തീരുമാനിച്ചപ്പോഴും വലിയ ഒരു പ്രതിസന്ധിയെ നേരിട്ടു. ജനങ്ങൾക്കിടയിൽ വെറുക്കപ്പെട്ട മുഖമാണ് പിണറായിയുടേത്. ആ മുഖം എങ്ങനെ മാറ്റിയെടുക്കും? VS പൊതുയോഗത്തിൽ പോയി ശ്വാസം വിട്ടാൽ പോലും കൈയടിക്കുന്ന മനുഷ്യരുള്ളപ്പോൾ പിണറായിക്ക് ഒരു തരത്തിലുള്ള ജനപിന്തുണയുമില്ല. പാർട്ടി മെഷീനറി കയ്യിലാണ്. പക്ഷേ ജനങ്ങൾ പിണറായിയെ കാണുന്ന ധാർഷ്ട്യത്തിൻ്റെയും അഹങ്കാരത്തിൻ്റെയും അഴിമതിയുടെയും ഒക്കെ പ്രതീകമായാണ്. അവിടെയാണ് രക്ഷകനായി ജോൺ ബ്രിട്ടാസിൻ്റെ രംഗപ്രവേശം. ജോൺ ബ്രിട്ടാസ് കണ്ണൂരിലെ ഒരു മലയോര കുടിയേറ്റ ഗ്രാമത്തിലെ കുടിയേറ്റ കുടുംബത്തിൽ ജനിച്ചു വളർന്ന ഒരു അച്ചായനാണ്. ജോൺ ബ്രിട്ടാസ് ജേർണലിസം പഠിച്ചിട്ട് ആദ്യം ടെസ്റ്റ് എഴുതി ജോലിയിൽ കയറുന്നത് ദേശാഭിമാനിയിലാണ്. അക്കാലത്ത് ജേർണലിസം പഠിക്കുന്നവരുടെ മുമ്പിൽ കുറച്ച് പത്രങ്ങൾ മാത്രമേ ഉള്ളൂ. ഞാൻ എൻ്റെ ജേർണലിസം പഠനത്തിന് ശേഷം ആദ്യം ടെസ്റ്റ് എഴുതിയ ദേശാഭിമാനിയിലാണ്. എനിക്കും സെലക്ഷൻ കിട്ടിയിരുന്നു. പക്ഷേ ഞങ്ങളുടെ ലോക്കൽ സെക്രട്ടറി എന്നോട് വ്യക്തിപരമായി എന്തോ വിരോധമുള്ളതുകൊണ്ട് എനിക്ക് അനുകൂലമായ റിപ്പോർട്ട് കൊടുത്തില്ല. അതുകൊണ്ട് എനിക്ക് ദേശാഭിമാനി കിട്ടിയില്ല. എന്നാൽ ജോൺ ബ്രിട്ടാസിന് അനുകൂലമായ റിപ്പോർട്ട് കിട്ടി. ജോൺ ബ്രിട്ടാസ് ദേശാഭിമാനിയിൽ കയറി. അവിടുന്ന് ഡൽഹിയിലേക്കായിരുന്നു അയക്കുന്നത്. വളരെ മിടുക്കനായിരുന്നു, നന്നായിട്ട് ഇംഗ്ലീഷ് പറയാൻ അറിയാമായിരുന്നു, സുന്ദരനായിരുന്നു, ആരെയും സോപ്പിടാൻ അറിയാമായിരുന്നു. ജോൺ ബ്രിട്ടാസ് ദേശാഭിമാനി ലേഖകനാണെങ്കിലും ഡൽഹിയിൽ ഏറ്റവും സ്വാധീനമുള്ള മാധ്യമപ്രവർത്തകനായി മാറുന്നു. അങ്ങനെ പിണറായിയുടെ വിശ്വസ്തനായി മാറുന്നു. ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയാത്ത, ഹിന്ദി സംസാരിക്കാൻ അറിയാത്ത പിണറായിക്ക് ഡൽഹിയിൽ വരുമ്പോൾ ആരെങ്കിലും ഒന്ന് കാണണമെങ്കിൽ ജോൺ ബ്രിട്ടാസിന് സഹായം വേണമായിരുന്നു. ജോൺ ബ്രിട്ടാസ് രക്ഷകനായി എത്തുന്നു. പിണറായിയെ ഒന്ന് ശരിയാക്കിയെടുക്കാൻ തീരുമാനിക്കുന്നു. പക്ഷേ ചിരിക്കാത്ത ആളെ കൊണ്ട് എങ്ങനെ ചിരിപ്പിക്കും? പെട്ടെന്ന് ദേഷ്യം വരുന്ന ഒരാളെ കൊണ്ട് എങ്ങനെ സൗമ്യനാക്കും? ധാർഷ്ട്യവും അഹങ്കാരവും മസിൽ പിടുത്തവും പിറവിയിൽ തന്നെ ലഭിച്ച ഒരാളെ കൊണ്ട് എങ്ങനെ മയപ്പെടുത്തും? ഈ ഒരു പ്രതിസന്ധിയായിരുന്നു ബ്രിട്ടാസ് നേരിട്ടത്. പിണറായിയെ ചിരിപ്പിക്കാൻ നടത്തിയ ശ്രമമൊക്കെ പരാജയപ്പെട്ടു പോയി. പിന്നെ ഒരു വഴിയേ ഉള്ളൂ. എന്തൊക്കെ ദോഷങ്ങളാണ് പിണറായിക്കുള്ളത്, ആ ദോഷങ്ങളൊക്കെ ഗുണങ്ങളാക്കി മാറ്റുക. അങ്ങനെ ബ്രിട്ടാസ് ഏറ്റെടുത്ത ദൗത്യമായിരുന്നു പിണറായിയുടെ ധാർഷ്ട്യവും അഹങ്കാരവും പുഞ്ചിരിക്കാത്ത മുഖവുമൊക്കെ പോസിറ്റീവാക്കി മാറ്റിയത്. അങ്ങനെയാണ് ഇരട്ടച്ചങ്കൻ എന്ന പേര് വന്നത്. അങ്ങനെ ധാർഷ്ട്യത്തെ ധീരതയാക്കി, ചിരിക്കാത്ത മുഖത്തെ ആണത്തമാക്കി, അഹങ്കാരത്തെ ചങ്കൂറ്റമാക്കി, കടക്കുപുറത്തെ എന്ന് പറയുന്നതിനെ മാപ്ര എന്ന ഒരു പേര് സൃഷ്ടിച്ച് മാധ്യമവിരുദ്ധമാക്കി. അങ്ങനെ പിണറായിയുടെ എല്ലാ ദോഷങ്ങളും ധീരതയുടെയും ചങ്കൂറ്റത്തിൻ്റെയും ആണത്തത്തിൻ്റെയും അടയാളമാക്കി മാറ്റി. അത് ബ്രിട്ടാസിൻ്റെ മെച്ചമാണ്. എന്നിട്ടും ആത്മവിശ്വാസമില്ലാത്തതുകൊണ്ട് ജനകീയ മുഖമായ VS അച്യുതാനന്ദൻ്റെ ഹോർഡിങ്സ് വെച്ചുകൊണ്ടാണ് 2016 തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. ആ ശ്രമം വിജയിച്ചു. ഒരുപാട് ഘടകങ്ങളുണ്ട് വിജയത്തിലെങ്കിലും ബ്രിട്ടാസിൻ്റെ ഈ പബ്ലിക് റിലേഷൻ വർക്ക് ഇതിൽ നിർണായകമായിരുന്നു. 2021 അത് തുടർഭരണമാക്കി മാറ്റാനുള്ള ബാധ്യതയും ബ്രിട്ടാസിനെ തന്നെ ഏൽപ്പിച്ചു. ബ്രിട്ടാസ് പറയുന്നത് പോലെ ചെയ്യാൻ പിണറായി ഇഷ്ടപ്പെട്ടു. അങ്ങനെയാണ് പിണറായിയുടെ ആദ്യ ഭരണകാലത്തെത്തിയ മുഴുവൻ ദുരന്തങ്ങളെയും പിണറായിക്ക് അനുകൂലമാക്കി മാറ്റിയത്. ക്യാപ്റ്റൻ എന്ന വാക്കിട്ട് എല്ലാം പിണറായിക്ക് അനുകൂലമാക്കി. നിപ്പയും വെള്ളപ്പൊക്കവും കോവിഡും ഒക്കെ വന്നപ്പോൾ മറ്റ് സംസ്ഥാനങ്ങളെക്കാൾ മോശം പ്രതികരണമായിരുന്നെങ്കിലും പിണറായി ഉള്ളത് കൊണ്ടാണ് കേരളം മുങ്ങിപ്പോവാതിരുന്നത്, പിണറായി ഉള്ളത് കൊണ്ടാണ് ആളുകൾ കോവിഡ് ബാധിച്ച് കൂട്ടമരണത്തിന് ഇടയാവാതിരുന്നത് എന്ന ഒരു എക്കോസിസ്റ്റം സൃഷ്ടിച്ചെടുക്കാൻ ജോൺ ബ്രിട്ടാസിന് കഴിഞ്ഞു. വാസ്തവത്തിൽ വ്യാജമായിരുന്നു, പൂർണ്ണമായും സർക്കാരിൻ്റെ പരാജയമായിരുന്നു. വാസ്തവത്തിൽ ദുരന്തങ്ങളൊക്കെ ഇത്രയും മോശമായി വന്നു. പിന്നീട് നമുക്ക് മനസ്സിലായി ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മരണം സംഭവിച്ചത് കേരളത്തിലാണ്. കോവിഡ് എന്ന് പിടികിട്ടി. ഇത്തരത്തിലൊരു വ്യാജ ബിംബ സൃഷ്ടി നടത്തിയത് ബ്രിട്ടാസ് ആയിരുന്നു. ബ്രിട്ടാസിന് പകരം കിട്ടിയത് വലിയ പ്രതിഫലമാണ്.
രാഷ്ട്രീയ പ്രവർത്തന പരിചയമേയില്ല. അദ്ദേഹം ദേശാഭിമാനം പിന്നീട് കൈരളിയിലുമായിരുന്നു. അദ്ദേഹത്തിന് കൈരളിയുടെ MD സ്ഥാനം നിലനിർത്തിക്കൊണ്ട് തന്നെ, അത് വലിയൊരു പദവിയാണ്, കൈരളിയെ MD സ്ഥാനം നിലനിർത്തിക്കൊണ്ട് തന്നെ ബ്രിട്ടാസിനെ CPIഎമ്മിൻ്റെ സംസ്ഥാന കമ്മിറ്റിയിലും കേന്ദ്ര കമ്മിറ്റിയിലും എത്തിച്ചു. ഓർക്കുക, P. ജയരാജനെ പോലെ രാഷ്ട്രീയത്തിന് വേണ്ടി ജീവിതം മാറ്റിവെച്ചിരിക്കുന്ന ഒരാൾക്ക് സംസ്ഥാന സെക്രട്ടറി എത്താൻ കഴിഞ്ഞിട്ടില്ല. മാത്രമല്ല രാജ്യസഭയിൽ എത്തിച്ചു. ഇതേ സമയം തന്നെ കൈരളിയുടെ MD എന്ന പദവിയിൽ തുടരാൻ കഴിഞ്ഞു. വലിയൊരു ദൗത്യമാണ്. ഇന്നിപ്പോൾ CPIഎമ്മിൻ്റെ ദേശീയ മുഖം ആരെന്ന് ചോദിച്ചാൽ അത് ജോൺ ബ്രിട്ടാസാണ്. CPIഎമ്മിന് എന്ത് സ്വാധീനമുണ്ടായാലും ജോൺ ബ്രിട്ടാസിന് സ്വാധീനത്തെ മറികടക്കാൻ കഴിയില്ല. ഒരുപക്ഷെ പിണറായിയേക്കാൾ CPIഎമ്മിൽ ഇപ്പോൾ സ്വാധീനം ജോൺ ബ്രിട്ടാസിനായി കഴിഞ്ഞു. ഭാവിയിൽ CPIഎം എന്ന പാർട്ടിയുടെ ദേശീയ ജനറൽ സെക്രട്ടറി ആവാം പാർട്ടി ഉണ്ടെങ്കിൽ. അങ്ങനെ ജോൺ ബ്രിട്ടാസ് ദൗത്യം പൂർത്തിയാക്കി തൻ്റെ തട്ടകത്തിലേക്ക് മടങ്ങി. പകരം മൂന്നാം ഭരണത്തിനുള്ള ഉത്തരവാദിത്തം ഏൽപ്പിച്ചത് നികേഷ് കുമാറിനെയാണ്. നമുക്കറിയാം, നികേഷ് കുമാർ MV രാഘവൻ്റെ മകനായിരുന്നു. MV രാഘവൻ അടിയുറച്ച കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നു. പക്ഷേ രാഘവൻ പറഞ്ഞ ചില ആശയങ്ങൾ അത് പാർട്ടിക്ക് ഇഷ്ടപ്പെട്ടില്ല. അതിനുവേണ്ടി രാഘവനെ വേട്ടയാടി പുറത്താക്കി. രാഘവൻ പറഞ്ഞത് ലീഗിനോട് കൂട്ടുകൂടണമെന്നാണ്. ലീഗയോ വായോ എന്ന് പറഞ്ഞ് പാട്ട് പാടിക്കൊണ്ടിരുന്ന എത്രയോ കാലമായി വരെ. പക്ഷേ രാഘവനെ ഒരു വെറുതെ വിട്ടില്ല. രാഘവന് തറവാട് വീടിന് തീയിട്ടു. രാഘവനെ പ്രതി മിണ്ടാപ്രാണികളെ പോലും ചുട്ടരിച്ചു. രാഘവനെ തെരുവിലിട്ട് മർദ്ദിച്ചു. രാഘവനെ തടഞ്ഞ് 5 നിരപരാധികളെ കമ്മ്യൂണിസ്റ്റുകാരുടെ ജീവൻ കളഞ്ഞു. അങ്ങനെ ഒരു മനുഷ്യനെ എങ്ങനെയൊക്കെ ഇല്ലാതാക്കാൻ ശ്രമിക്കൂ, അങ്ങനെയൊക്കെ ശ്രമിച്ചു. കരുണാകരൻ എന്ന ഒരു നേതാവ് ഉണ്ടായിരുന്നത് കൊണ്ട് മാത്രം രാഘവൻ തലയെടുപ്പോട് നിന്നു. ആ രാഘവൻ്റെ മകനാണ് പിണറായിയുടെ എല്ലാ വൃത്തികേടുകൾക്കും കുടപിടിച്ച് പിണറായി സ്വത്തെ നെഞ്ചിലേറ്റി ഇപ്പോൾ മൂന്നാം ഭരണത്തിലേക്ക് കൊണ്ടുവരാനുള്ള ദൗത്യം ഏറ്റെടുത്ത് രംഗത്ത് വന്നിരിക്കുന്നത്. പക്ഷേ തൊട്ടതെല്ലാം പിഴയ്ക്കുകയാണ്. ബ്രിട്ടാസ് അല്ല നികേഷ്. ബ്രിട്ടാസിന്റെ ബുദ്ധി അപാരമായിരുന്നു. എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് ഒരു ചെറുപുഞ്ചിരിയോടെ തിരിച്ചറിയാനും ശത്രുക്കളോടെ ആ പുഞ്ചിരിമായി അത് കൈകാര്യം ചെയ്യാനും ബ്രിട്ടാസിന് അറിയാമായിരുന്നു. പക്ഷെ നികേഷ് അങ്ങനെയല്ല. നികേഷിന്റെ ആശയങ്ങളൊക്കെ കേവലം സൈബർ ഗുണ്ടകളുടെ ആശയങ്ങൾക്കപ്പുറത്തേക്ക് വളരുന്നില്ല. നികേഷ് തുടങ്ങി വെച്ചതെല്ലാം പൊളിഞ്ഞു പോകുന്നു. ഓർക്കണം, നികേഷിന്റെ സ്വാർത്ഥ ബുദ്ധി. അദ്ദേഹം ഒരു ചാനൽ തുടങ്ങി. ആ ചാനലിന്റെ പേരിൽ CPIഎം നേതാവാകാൻ ശ്രമിച്ചു. CPIഎം സീറ്റ് കൊടുത്തു. പക്ഷേ 8 നിലയിൽ പൊട്ടിപ്പോയി. ചാനൽ നിർത്തി ഇനി രാഷ്ട്രീയം എന്ന് പറഞ്ഞാണ് അഴീക്കോട് മത്സരിച്ചത്. തോറ്റുപോയി. 2016 തോറ്റുപോയപ്പോൾ തിരിച്ചു വീണ്ടും ചാനലിലേക്ക് വന്നു. പക്ഷേ ജനം ചാനലിനോടുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു. തിരിഞ്ഞു നോക്കിയില്ല. ഊർജ്ജശ്വാസം വലിച്ചു. ചാനൽ പൂട്ടിക്കെട്ടി പോവേണ്ടതാണ്. കാരണം അത്തരം ചാനലുകൾ പലതും പൂട്ടിക്കെട്ടിപ്പോയി. മംഗളം ചാനൽ പൂട്ടിക്കെട്ടിപ്പോയി. ഇന്ത്യ വിഷൻ പൂട്ടിക്കെട്ടിപ്പോയി. ജീവൻ TV ഒക്കെ ഒരുവിധം അങ്ങനെ പോകുന്നു എന്ന് മാത്രം. അങ്ങനെ പൂട്ടിക്കെട്ടി പോവേണ്ട ഒരു ചാനൽ, ആ ചാനൽ ഒരു വിധത്തിൽ ജീവൻ കൊടുത്ത് CPIഎമ്മിൻ്റെ പിന്തുണയോടുകൂടി നിലനിർത്തി വലിയ ഒരു ഉഡായിപ്പ് സംഘത്തെ കണ്ടെത്തി തട്ടിപ്പും വെട്ടിപ്പും ഒക്കെ നടത്തി എങ്ങനെയെങ്കിലും മുഖം രക്ഷിക്കാൻ നടന്ന ഈ അഗസ്റ്റിൻ സഹോദരന്മാരെ കണ്ടെത്തി നല്ല മാന്യമായ പ്രതിഫലം, ഞാൻ മനസ്സിലാക്കിയതനുസരിച്ച് എല്ലാ ബാധ്യതകൾക്കും ശേഷം 50 കോടി രൂപ കിട്ടിയെന്നാണ്. എനിക്കറിയില്ല, കൺഫേം ചെയ്യാൻ പറ്റത്തില്ല. മാന്യമായ പ്രതിഫലം വാങ്ങി കളമൊഴിഞ്ഞു. എന്നിട്ട് AKG സെന്ററിൽ കയറിയിരുന്ന് പിണറായിയെ മൂന്നാമത് അധികാരത്തിലെത്തിക്കാനുള്ള ചരട് വലിക്കുകയാണ്. ആ ചരട് വലി അമ്പേ പൊളിഞ്ഞു പോകുന്നു. പിണറായിയുടെ മൂന്നാം ഭരണത്തിന് വേണ്ടി ബ്രിട്ടാസ് മോഡലിൽ നികേഷ് കുമാർ ഒരുക്കിയിരിക്കുന്ന എല്ലാ തന്ത്രങ്ങളും ചീറ്റിപ്പോവുകയാണ്. അതിൽ ഏറ്റവും വിചിത്രമായൊരു സംഗതി, KM ഷാജിയെ പൂട്ടാൻ വേണ്ടി ഒരു തിരക്കഥയുണ്ടോന്നു. KM ഷാജിയോട് വലിയ വിരോധം പിണറായിക്കുണ്ട്. കാരണം ആദ്യമായി പിണറായി വിജയന്റെ മകൾക്കെതിരെ നിയമസഭയിൽ പ്രസംഗിച്ചത് KM ഷാജിയായിരുന്നു. പിണറായി വിജയൻ തന്നെ വ്യക്തിപരമായി, തൻ്റെ കുടുംബത്തെ വ്യക്തിപരമായി ആക്രമിക്കുന്നവർ വെറുതെ വിടത്തില്ല. ഷാജിയെ തോൽപ്പിക്കാൻ പിണറായി ഒരുപാട് കഷ്ടപ്പെട്ടിരുന്നു. KM ഷാജി ഇനി തിരിച്ചു വരരുതേ, ആ ദൗത്യം നികേഷിനെ ഏൽപ്പിക്കുന്നു. അതിനുവേണ്ടി ഒരു തിരക്കഥയുണ്ടാക്കുന്നു. ആ തിരക്കഥയുടെ ഭാഗമായി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, മതമാണ് വലുത് എന്നുള്ള പ്രസംഗം വിവാദമാകുന്ന അങ്ങനെയാണ്. 2021 നടത്തിയ പ്രസംഗമാണ്. ആ പ്രസംഗത്തിന്റെ പശ്ചാത്തലം തികച്ചും വ്യത്യസ്തമാണ്. അതിന് വളരെ നെഗറ്റീവ് പരിപ്രേക്ഷം കൊടുക്കുന്ന തരത്തിലേക്ക് ഒരു ചർച്ചയാക്കാൻ വേണ്ടി മുഖ്യമന്ത്രി പിണറായി വിജയൻ തൻ്റെ ഫേസ്ബുക്ക് പേജിൽ ഇടുന്നു. നികേഷ് പറഞ്ഞിട്ടാണ്. അതിനുശേഷം നിയമസഭയിൽ ബജറ്റ് അവതരിപ്പിച്ചപ്പോൾ മന്ത്രി ബാലഗോപാൽ അതെടുത്ത് പറയുന്നു. സകല മന്ത്രിമാരും അതേക്കുറിച്ച് ചർച്ച ചെയ്യുന്നു. അങ്ങനെ KM ഷാജിയുടെ പ്രസംഗത്തിലൂടെ കേരളത്തിൽ ഇനി വരാൻ പോകുന്ന മുസ്ലിം ഭരണമാണ് എന്ന് കഴിഞ്ഞ കുറേ കാലമായി പിണറായിയും CPIഎമ്മുകാരും പറഞ്ഞുകൊണ്ടിരിക്കുന്ന തിയറി അടിവരയിടുന്നു. ഇതിന്റെ തുടർച്ചയായി എല്ലാവരും ഞെട്ടിച്ചുകൊണ്ടൊരു നീക്കം നടത്തുന്നു. നികേഷ് കുമാർ തോറ്റിരുന്നു KM ഷാജിയോട്. അന്നത്തെ തോൽവി കേസായി. കേസിൽ നികേഷ് കുമാർ വിജയിച്ചില്ല. എന്നാൽ അതിനൊരു കോടതി വിധിയുടെ ചുവട് പിടിച്ച് KM ഷാജിയെ അയോഗ്യനാക്കണമെന്ന് പറഞ്ഞ് സുപ്രീം കോടതിയിലേക്ക് പോവുക. എത്ര 10 വർഷം മുമ്പത്തെ കേസാ. 2021 ഷാജി തോക്കുകയും ചെയ്തു. ഇപ്പോൾ പോയതിന്റെ ലക്ഷ്യം എന്താണെന്ന് വെച്ചാൽ ഇതൊരു വിവാദമാക്കുക, ഈ ഷാജി ഒരു വലിയ കുഴപ്പക്കാരനാണ് തോന്നലുണ്ടാക്കുക. ഇതൊരു തിരക്കഥയായിരുന്നു. ഈ പറയുന്ന അതിന്റെ ഭാഗമായിട്ടാണ് പ്രസംഗം കൊണ്ടുവരുന്നത്. പക്ഷേ അപ്പോൾ വിചാരിച്ചത് കോടതി ഫയൽ സ്വീകരിക്കും, ഇനി വരാൻ പോകുന്ന 5-6 മാസത്തേക്ക് കേസ് മാറ്റിവെക്കുന്ന പ്രതീക്ഷയായിരുന്നു.
പക്ഷേ എന്ത് ചെയ്യാൻ, കോടതി ഫയലിലേ സ്വീകരിച്ചില്ല, ഇത് കള്ളക്കേസോട്ട് വരുന്നു എന്ന് പറഞ്ഞ് ഓടിച്ചു വിട്ടു. അതാണ് ഞാൻ പറഞ്ഞത്, ആ തന്ത്രം പാളിപ്പോയി. വാസ്തവത്തിൽ ഷാജിയിലൂടെ ഒരു വിവാദമുണ്ടാക്കി ആളുകളെ തെറ്റിദ്ധരിപ്പിക്കണം നീക്കം പൊളിഞ്ഞുപോയി. ഇത് നികേഷ് കുമാറിന് കിട്ടിയ ഏറ്റവും വലിയ തിരിച്ചടികളിൽ ഒന്നാണ്. ഇതുപോലെ തന്നെയാണ് നികേഷ് ഏറ്റെടുത്തിരിക്കുന്ന ഒട്ടുമിക്ക പരിപാടികളുടെ അവസ്ഥ. രാഹുൽ മാങ്കൂട്ടത്തിൽ അറസ്റ്റ്, ഇത് കൃത്യമായി നികേഷിന്റെ പദ്ധതിയായിരുന്നു. AKG സെന്ററിൽ ഇരുന്നു കൊണ്ട് കൃത്യമായി ആസൂത്രണം ചെയ്തായിരുന്നു. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ അദ്ദേഹത്തോട് അസൂയുള്ള ആളുകൾ പറഞ്ഞു കേട്ട ചില കാര്യങ്ങൾ എടുത്തുപിടിച്ച് ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ച് പരാതി ഉണ്ടോ എന്ന് ചോദിച്ച് നടന്ന് പലരെയും പ്രലോഭിപ്പിച്ച് പലർക്കും വാഗ്ദാനങ്ങൾ നൽകി പരാതി വാങ്ങി അന്വേഷണം പ്രഖ്യാപിച്ചത്. എന്നിട്ട് നികേഷ് കുമാർ ആഗ്രഹിച്ചതുപോലെ സോഷ്യൽ മീഡിയയിൽ വലിയ ഒരു തരംഗമുണ്ടാക്കാൻ ശ്രമിച്ചു. പക്ഷെ എന്നിട്ട് എന്തായി? 3 കേസിലും കോടതി പറഞ്ഞു നിലനിൽക്കില്ല എന്ന്. നികേഷ് ഇതിപ്പോൾ ഉണ്ടായിരിക്കുന്ന സംഭവം എന്താണ്? പണ്ടുണ്ടായിരുന്നതിനേക്കാൾ വിലയും വലിപ്പവും രാഹുൽ മാങ്കൂട്ടത്തിനുണ്ടായിരിക്കുന്നു. ആ കെണിയിൽ വീണുപോയ കോൺഗ്രസ്സുകാർ എങ്ങനെ തലയൂരും എന്ന് കരുതി ഇരിക്കുകയാണ്. രാഹുൽ മാങ്കൂട്ടത്തെ വേട്ടയാടിയതാണ് CPM. അതിന് കോൺഗ്രസ് പാർട്ടിയും കൂട്ടുനിന്നു എന്ന തോന്നൽ സാധാരണ പ്രവർത്തകർക്കും മനുഷ്യർക്കും ഉണ്ടായിരിക്കുന്നു. രാഹുൽ പോയി ഒറ്റയ്ക്ക് മത്സരിച്ചാൽ പോലും ജയിക്കുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നു. നികേഷ് കുമാറിന്റെ ഒരു നീക്കം എങ്ങനെയാണ് CPM-നെതിരായത് എന്നതിന് മറ്റൊരു തെളിവാണ്. ഇത്തരത്തിൽ ഒരുപാട് നീക്കങ്ങൾ നടത്തുന്നുണ്ട്. മുസ്ലിം വിരുദ്ധ രാഷ്ട്രീയം കൊണ്ടുവന്ന് ഹിന്ദു വോട്ടുകൾ ഏകീകരിക്കാനുള്ള CPM നടത്തിക്കൊണ്ടിരിക്കുന്ന നീക്കത്തിന് പിന്നിലും വാസ്തവത്തിൽ നികേഷ് കുമാർ തന്നെയാണ്. ഇത്തരത്തിൽ തലതിരിഞ്ഞ തീരുമാനങ്ങൾ എടുക്കുക എന്ന് CPM-ന്റെ അവസ്ഥ. ഇപ്പോൾ കണ്ണൂരിലെ കുഞ്ഞികൃഷ്ണന്റെ വിഷയം, ആ വിഷയം അവഗണിച്ച് തീർക്കേണ്ടതാണ്. പക്ഷേ അതിനെ നേരിടാൻ പാർട്ടി സെക്രട്ടറിയെ സന്നദ്ധമാക്കിയത് രംഗത്തിറക്കിയതും നികേഷിന്റെ ആശയമാണ്. അതും തിരിഞ്ഞുകുത്തി. ഇപ്പോഴിതാ പയ്യന്നൂരിലെ ഇവർ കലക്കാൻ ശ്രമിച്ചിട്ടും ആയിരക്കണക്കിന് ആളുകൾ ഒഴുകിയെത്തി. അതായത് നികേഷിന്റെ ബുദ്ധിയെല്ലാം ചീറ്റിപ്പോകുന്ന അവസ്ഥ രൂപപ്പെട്ടു വരുന്നു എന്നർത്ഥം. പാർട്ടി സെക്രട്ടറി MABയെ കൊണ്ട് പാത്രം കഴിയിപ്പിച്ചതിന് പിന്നിലും നികേഷിന്റെ ബുദ്ധിയാണെന്നാണ് പറയുന്നത്. ആ പാത്രം കഴിക്കൽ വലിയ ട്രോളിന് കാരണമായി. ഇത്തരത്തിൽ നികേഷ് കുമാർ ബുദ്ധിപൂർവ്വം എന്ന തരത്തിൽ മുംബൈക്ക് കൊണ്ടുവരുന്നൊക്കെ ചീറ്റിപ്പോകുന്നു. ജോൺ ബ്രിട്ടാസ് അല്ല നികേഷ് കുമാർ. ബ്രിട്ടാസിന്റെ ബുദ്ധി CPM-ന് ഗുണം ചെയ്തെങ്കിൽ, പിണറായിക്ക് ഗുണം ചെയ്തെങ്കിൽ, നികേഷിന്റെ വക്രബുദ്ധി CPM-ന് പണിയാകും എന്ന് പാർട്ടിക്കാർ തന്നെ പറഞ്ഞു തുടങ്ങിയിരിക്കുന്നു.